ഹായ് ഗൈസ്, പച്ച വീട്ടിൽ പ്രശ്നേഷിൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ ഗുരുതരമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ ഏതെങ്കിലും സ്ട്രെസ്സിലോ ഡിപ്രഷനിലോ ഒക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു വീഡിയോ കാണുക. കാരണം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്ട്രെസ് റിലീഫ് ആക്കാനെ കൊണ്ട്, എവിടെയെങ്കിലുമൊക്കെ നിങ്ങളെ ചിരിപ്പിക്കാനെ കൊണ്ട് നമ്മുടെ പ്രശ്നേഷിൻ്റെ ഈ ഒരു സ്ക്രിപ്റ്റ് സഹായിക്കുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു വീഡിയോനെ ഞാനൊരു ഷോ ആയിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു ഷോയ്ക്ക് ഞാൻ തന്നെ ഒരു പേരിടുകയാണ്, പൊട്ടാ നീ പെട്ടു കുട്ടാ നീ അറിഞ്ഞു. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പേരിട്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കാരണം എനിക്ക് ഇതിലും ആപ്റ്റ് ആയിട്ടുള്ള മറ്റൊരു പേര് എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല സുഹൃത്തുക്കളെ. എന്തിനാണെങ്കിലും മിഷൻ ഫോർച്യൂണറിൻ്റെ സീസൺ 3യുടെ ഭാഗമായിട്ടാണെങ്കിൽ നമ്മുടെ ഈ ഒരു തിരക്കഥാ സംഭാഷണമാണെങ്കിൽ പച്ചവീട്ടിൽ പ്രശ്നേഷിൻ്റെ പെണ്ണുമ്പിള്ളയും കൂടെ ചേർന്ന് ഇരിക്കുന്ന ഈ ഒരു തിരക്കഥയിലൊക്കെ ആണെങ്കിൽ എവിടേക്കോ വെച്ചിട്ട് പണിയൊന്ന് പാളിപ്പോയി. കാര്യം പ്രശ്നേഷിൻ്റെ പ്രശ്നങ്ങൾ ഗുരുതരമായിട്ട് ഇപ്പോൾ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് അടപടലം സീനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞ എപ്പിസോഡൊക്കെ ഇറക്കിയല്ലോ. അങ്ങനെ അടുത്ത എപ്പിസോഡ് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന എപ്പിസോഡ് അറൗണ്ട് 48 മിനിറ്റ് ഉണ്ട്. അതായത് അത്യാവശ്യം നല്ല റീച്ച് കിട്ടുന്നുണ്ടെന്ന് അളിയും മനസ്സിലായപ്പോഴത്തേക്കും ലെങ്ത് അങ്ങ് വലിച്ചു കൂട്ടി. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലൊക്കെ ക്യാമിയോ ആയിട്ട് ഇവരുടെ അച്ഛൻ്റെ കഥയൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ആരുടെയൊക്കെ കമൻറ്റൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ വെച്ചു. ഞാൻ കാണാൻ നിന്നില്ല, എനിക്ക് സൗകര്യം ഇല്ലായിരുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളടുത്ത് റിയാക്ട് ചെയ്യേണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ കാര്യം എന്നറിയോ, ഇത് കേസ് ഗുരുതരമായിട്ടാണെങ്കിൽ ന്യൂസിലൊക്കെ വന്നു. ആ ന്യൂസ് ഞാൻ ഇങ്ങോട്ടൊന്ന് വെക്കാവേ. ഗ്രീൻ ഹൗസ് ക്ലീനിംഗ് സർവീസ് എന്ന യൂട്യൂബ് ചാനൽ ഉടമ രോഹിത്തിനെതിരെ കേസ്. സഹോദരിയുടെ പരാതിയിലാണ് ആലപ്പുഴ പോലീസ് കേസെടുത്തത്. സഹോദരിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് കേസ്. റോയ് കുട്ടാർച്ചിറയുടെ വിശദാംശങ്ങളുമായി. റോയ്, എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനം? പർവതി, ആലപ്പുഴയിൽ വളരെ അറിയപ്പെടുന്ന ഒരാളാണ് പ്രശ്നേഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശ്നേഷ് ഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബ് ബ്ലോഗർ രോഹിത്. ഇദ്ദേഹം കുറെ ദിവസങ്ങളായി ഇദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ വളരെ ആക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തുകയും വീട് കയറി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ ഈ പെൺകുട്ടി, അതായത് ഈ രോഹിതിന്റെ സഹോദരി, ആലപ്പുഴ വനിതാ പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയ അടിസ്ഥാനത്തിൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്ന് രാവിലെയുമായി ഈ സഹോദരിയുടെ മൊഴി രേഖപ്പെടുത്തി ഈ യൂട്യൂബറായിട്ടുള്ള രോഹിതിനെയും വിളിച്ചു വരുത്തിയിരുന്നു. തുടർന്ന് ചർച്ച ചെയ്ത് സമാധാനം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരും സമ്മതിക്കാത്തതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ, അതായത് ഈ രോഹിതിന്റെ സഹോദരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിലെ വനിതാ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും സഹോദരിയെ ദേഹോദരം ഏൽപ്പിക്കുകയും മുടിക്ക് കുത്തിപ്പിടിച്ച് ഇടിക്കുകയും വീട് കയറി ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയിലാണ് ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സഹോദരിയെയും അമ്മയെയും അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് കേസെടുത്തിരിക്കുന്നത്. ദേഹോദ്രവം ഏൽപ്പിക്കലും അതോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേൽപ്പിക്കലും. നന്നായിട്ട് ബാറ്റ് ചെയ്യുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണ്. അല്ല, ഇനി എങ്ങനെ നിങ്ങൾ ഫോർച്യൂണർ വാങ്ങും? ഇവന്റെ പെണ്ണുമ്പിള്ളയുടെ സ്ക്രിപ്റ്റ് പാതി വഴിക്ക് വെച്ചിട്ട് തിരക്കഥ മാറ്റി മറ്റൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണോ സുഹൃത്തുക്കളെ? എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഒരുപാട് സന്തോഷം, ഞാൻ കൃതാർത്ഥനായി. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതൊക്കെ കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ രാമൻകുട്ടി എന്തായാലും തളർന്നിട്ടില്ല. രാമൻകുട്ടി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സമയത്തിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് 45 സെക്കൻഡുള്ള ഒരു വീഡിയോ ആണ്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിനി നിങ്ങളൊന്ന് കേൾക്കണം. പേര് ചോദിക്കുന്നുണ്ട്, അണ്ണാ എപ്പോഴാണ് ജയിലിലോട്ട് പോണേന്ന്. എനിക്ക് അറിയത്തില്ല. പോകാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് പോവാം, നെഞ്ചു വിരിച്ച് തന്നെ പോകാം, ആണുങ്ങൾക്കുള്ളതാണ് ജയിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവാം. എടാ പൊട്ടാ, നെഞ്ചും വിരിച്ച് പോകാനെ കൊണ്ടത് വീഗാലാൻഡ് അല്ല, ജയിലിലോട്ട് കൊണ്ടുവന്നത് നിന്നെ പറഞ്ഞത്. ആക്ച്വലി ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസം കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഇന്നലെയും ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ വനിതാ സെല്ലിൽ പോയിട്ടുണ്ടായിരുന്നു. അവരവിടെ വെച്ച് കാര്യങ്ങളൊക്കെ രണ്ട് കൂട്ടരെയും ചോദിച്ച് സംസാരിച്ച് ഞങ്ങൾക്ക് പറഞ്ഞത് രണ്ടു കൂട്ടർക്കും അങ്ങനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ചും അവർക്ക് ഇത് കേസാക്കണം എന്ന് തന്നെ ഉദ്ദേശമുള്ളത് കൊണ്ട് കേസാക്കി തന്നെ പോകാനേ പറ്റുള്ളൂ. എടാ പൊട്ടാ നീ പെട്ടു കുട്ടാ നീ അറിഞ്ഞോ, ഇതാണ് ഞാൻ ഇവരുടെ തുടക്കത്തിൽ പറഞ്ഞ ഈ വീഡിയോയ്ക്ക് ആപ്റ്റായിട്ടുള്ളൊരു ടൈറ്റിലാണ് ഇതെന്നുള്ളത്. കാരണം വെച്ചാൽ ഈ മണ്ടൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഇതിന്റെ സീരിയസ് കാര്യങ്ങളൊന്നും ഒക്കെ. സ്റ്റേഷനിൽ പോയി കോംപ്രമൈസ് കാര്യങ്ങളൊന്നും അടിച്ചവിടെ വിട്ടില്ല. ഈ പ്രശ്നം അവർ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോയി. പക്ഷേ ഇവൻ നെഞ്ചും പിരിച്ച് നേരിടുമെന്നാണ് പറയുന്നത്. ചില തവളയുണ്ട്, ഈ പറഞ്ഞ മറ്റേ സിനിമയ്ക്കകത്തുള്ള ഡയലോഗ് ഉണ്ടല്ലോ, ഈ പാണ്ടിലോറി ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വരുമ്പോഴത്തേക്കിനെ നെഞ്ചും പിരിച്ചിരിക്കും, ദാ ഇതുപോലെ. അപ്പോൾ അതിന്റെ പ്രൊസീജിയേഴ്സ് തുടങ്ങുവാണ് എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. ഇപ്പോൾ വീട്ടിലാണ് കേട്ടോ, ജയിലിനകത്തല്ല. ആവുമ്പോൾ ഞാൻ എങ്ങനെയും ഒക്കെ അറിയിക്കാം. എടാ മണ്ട, എടാ ജയിലിലോട്ടാ നീ പോണത്. ജയിലിലോട്ട് പോയി കഴിഞ്ഞാൽ നീ അതിനകത്തിരുന്ന് എങ്ങനെ വീഡിയോ എടുക്കും? അതിനകത്ത് ജയിലിൽ ഫോൺ അവൈലബിൾ അല്ല, അത് നീ ഒന്ന് മനസ്സിലാക്ക്. ഏഷ്യാൻ ന്യൂസിൽ ഒഫീഷ്യലായിട്ടൊരു വാർത്ത വന്നു. അപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയായി, കാരണം ആദ്യമായിട്ടാണ് ഒരു കേസും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തായാലും സന്തോഷം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കേസ് വന്നെന്നും പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു പൊട്ടനെ കാണുന്നത്. ഇവൻ പൊട്ടനാണ് ശരിക്കും. അതിനകത്ത് അപകീർത്തിപ്പെടുത്തൽ ഓക്കെ, നമുക്കത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീൽ ചെയ്യാം. ഞാൻ ആദ്യത്തെ വീഡിയോ ഇടാത്തത്, അതായത് ആദ്യത്തെ എൻ്റെ വീഡിയോ എൻ്റെ എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞത്, മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ള ഒരു സാധനം എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്നുള്ളത് അത് ഞാൻ പറഞ്ഞു. എടാ അപരാധി മോനെ, സ്വന്തം പെങ്ങളെ പറ്റിയിട്ട് അവർക്ക് 4-5 കണക്ഷൻ കണ്ട ആമ്പിള്ളേരുമായിട്ടൊക്കെ കണക്ഷനാന്ന് പറയുന്നതാണ് നിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, നിന്റെ എക്സ്പീരിയൻസും വന്ന് തൊലിക്കുന്നത്. അവൻ പറഞ്ഞിട്ടില്ല ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് പോലും. എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ ഔട്ടായെന്നുള്ളത് പറഞ്ഞു. ഔട്ടായെന്നോ? നീ ഇത് ക്രിക്കറ്റ് കളിക്കായിരുന്നോ? അപ്പോഴത്തേക്കും വീട്ടുകാർ
ആ സംഭവം വെച്ചിട്ട് കുറെ യൂട്യൂബേഴ്സിനെയൊക്കെ വിളിച്ച് ഓഡിയോസും വീഡിയോസും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ്, അല്ലെ ഓഡിയോസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എന്റെ എക്സ്പ്ലനേഷൻ വന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ വീഡിയോസ് വന്നു കഴിഞ്ഞപ്പോഴാണ് എന്റെ അടുത്ത എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു മറുപടി ഉണ്ട്. പിന്നെ ഇവൻ പറയുന്നത് കേട്ടില്ലയോ, വല്ല കാര്യം ഉണ്ടായിരുന്നു വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ വീഡിയോ ഇട്ടിട്ട് ഗൈസ് ഞാൻ വീട്ടിൽ നിന്നൊക്കെ പുറത്തായി ഗൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നിട്ട് ആ പെങ്കൊച്ചിന് ആ ഒരു പെൺകുട്ടിയെ പറ്റിയുള്ള അപവാദം മൊത്തം വിളിച്ച് പറഞ്ഞിട്ടുള്ള അപരാധം മൊത്തം പറഞ്ഞിട്ട് ആ പെങ്കൊച്ചിന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ ഒരു അമ്മ തന്നെ വന്ന് ആ ഒരു വള്ളിക്കാരൻ എന്ന് പറഞ്ഞ ഒരു ചാനലിൽ പറഞ്ഞാണ് ഇനി ഞങ്ങൾ ജീവിക്കണോ മരിക്കണോ എന്ന് പോലും അറിയത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് സ്വന്തം മകൻ. കാരണം ഇങ്ങനൊരു മകൻ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യില്ലെന്നൊക്കെ ഉള്ള ഒരു വേദനയിലൊക്കെ നിൽക്കുകയാണ്. അവരുടെ ഗതികെട്ട അവസ്ഥയായിരുന്നു ഇതൊക്കെ വന്ന് പറയേണ്ടുന്നത്. അമ്മാതിരി അവരതില്ല നീ കാണിച്ചു വെച്ചത്. എന്നിട്ട് പറയാണ് അത് അങ്ങനെയല്ല, നമ്മൾ അവിടുന്ന് വന്നപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നു. തൊലി അടുത്ത 2 വകുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ആക്രമിക്കലും അപകടപരമായി പരിക്കേൽപ്പിക്കലും. വേർ ഇസ് ദ പരിക്ക് മാൻ, വേർ ഇസ് ദ പരിക്ക് ഗേൾ, എവിടെ പരിക്ക്? ഈ പരിക്ക് എന്ന് പറയുന്നുണ്ട്, എവിടെ പരിക്ക്? മുഖത്ത് 4 അടി കറക്റ്റായി 4 അടി അടിച്ചു. എവിടെ? ചേട്ടൻ കലിപ്പനാണേ, കറക്റ്റായി 4 അടി അടിച്ചു. എന്നിട്ട് എവിടെ പരിക്ക്? ആ പരിക്കിന് 4 അടി കൊണ്ട് പാടുവന്നെങ്കിൽ അല്ലെങ്കിൽ ചതവ് വന്നെങ്കിൽ ആശുപത്രി പോയതിന്റെ രേഖയോ എന്തെങ്കിലും സാമാനം ഉണ്ടാവണ്ടേ? ഇതൊന്നും ഇല്ലാതെ പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളായതുകൊണ്ട് ഒരു ഇതാ കിട്ടണം. പക്ഷേ ഒരു സഹോദരൻ ഇത്രയും കാലം അന്നം തന്ന സഹോദരൻ പരിക്കേൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അത്ര നേരം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നതാണെന്ന് പറയുമ്പോൾ അവളെ കുറച്ച് ക്ലിപ്സ് മാത്രമേ കാണിക്കുള്ളൂ. ഞാൻ കണക്ക് പറയുന്നതിന്. അപ്പൊ അവള് കണക്ക് പറയുന്നതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എന്തേ പുറത്തു വിടാത്തെ? വൈ the home appliance of the two families, you are the link. Not only but also, but hemoglobin is in the atmosphere. എന്തായാലും വരുത്തി വെച്ചല്ലോ, അനുഭവിച്ചു. പുറത്തു വിടുന്നില്ല. അപ്പൊ ഈ കാര്യം, അതായത് അവർ വിടുമ്പോഴത്തേക്കും അവരുടെ സൈഡിൽ നിന്നുള്ള സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പുറത്തു വിടുന്നുള്ളൂ, ബാക്കി ഒന്നും വിഷ്വൽസ് പുറത്തു വിടുന്നില്ല. അതുപോലെ ഇവൻ പറയുന്നത് അവരുടെ സൈഡ് മാത്രമേ അവർ പുറത്തു വിടുന്നുള്ളൂ, ഇവന്റെ സൈഡൊന്നും വിടുന്നില്ല എന്നുള്ളത്. ചില്ലറ കഴപ്പൊന്നും അല്ലായിരുന്നല്ലോ, വലിച്ചോണ്ട് അവിടെ ഇരുന്നു. അവൻ ഒരാവശ്യമില്ലാതെ അവിടെ ഇരുന്ന് ആ ഒരു അമ്മേനെ ബംഗ്ലാപുരിയുടെ ഒല്ല ഇല്ലാത്ത കഥ മൊത്തമാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയും അവരെ നാറ്റിക്കുകയും ചെയ്തിട്ടാണെങ്കിൽ തിരിച്ച് അവർ ഈ സാധനങ്ങളൊക്കെ ഇറക്കിയപ്പോഴത്തേക്കിന് വലിച്ചോണ്ട് അവിടെ ഇരുന്നു. അത്രേ പറയാനുള്ളൂ. അടി കിട്ടി ഗുരുതരമായി പരിക്കേറ്റു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എന്നൊന്നുമുള്ള തെളിവ് ഇവര് പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പ്രൂഫ് ഉണ്ടെങ്കിൽ അത് തെളിയിച്ച് കാണിക്കണം. എനിക്ക് 100% ഉറപ്പായിട്ടും അറിയാം ഇതിനകത്ത് വേറെ പ്രൂഫോ കാര്യങ്ങളില്ല. കാരണം ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അടി കിട്ടിയെങ്കിൽ ആ എന്റെ വീഡിയോ കാര്യങ്ങൾ എന്താ വരാത്തെ? ഞാൻ ആ ഫോണിലാണ് കയറി പിടിച്ചത്, അവളാണ് എന്നെ കൊണി കയറി പിടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എടാ പൊട്ട, ഇതാ ഞാൻ പറഞ്ഞ നീ പെട്ടു. ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ഞാൻ നെഞ്ചു പിരിച്ച് പോയിട്ട് വരുമെന്ന്. അപ്പൊ അത്രയൊക്കെ ഉള്ളു പറയാനായിട്ട്. ഇതൊക്കെ നമുക്ക് ഇനി കോടതി പോകണമെങ്കിൽ കോടതി പോയി തെളിയിക്കാം, അല്ലെങ്കിൽ തെളിയിക്കാൻ ശ്രമിക്കാം. എന്താവുമെന്ന് അറിയില്ല. എന്തെങ്കിലും ആവട്ടെ. ഇനി ഭാഗത്ത് പോകണമെങ്കിൽ അതിന് ഞാൻ റെഡിയാണ്, നോ പ്രോബ്ലം. എന്തോന്ന് അകത്ത് പോകണമെങ്കിൽ നീ റെഡിയാണെന്നോ? എടാ മണ്ട, ഈ പറയുന്ന പോലെ ഈ എന്തെങ്കിലും കുറ്റകൃത്യത്തിലൊക്കെ ആവുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പോലീസുകാരെന്ന് ചോദിച്ചിട്ട് നിങ്ങളെ റെഡിയാണോ, ഒന്ന് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാൻ, കോടതിയിലാണ്, ജയിലിലോട്ട് കുറച്ച് ദിവസം ഒന്ന് കിടക്കേണ്ടി വരും, നിങ്ങൾക്ക് സൗകര്യമുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ടല്ല വിളിച്ചോണ്ട് പോകുന്നത്. ഇതേ ഞാൻ പറഞ്ഞത്, നിന്നെ വീഗാലാൻഡിലോട്ടല്ലടാ പൊട്ടാ കൊണ്ടുപോകുന്നത്. എടീ ഈ പൊട്ടർ ഇപ്പോഴും കാര്യം ഒന്നും മനസ്സിലായിട്ടില്ലടേ. ഇത്രയും കാലം ചെയ്തതിനുള്ളത് തിരിച്ച് കിട്ടണം, കിട്ടിയാലേ ഞാൻ പഠിക്കുള്ളൂ. അത് എന്നെ പോലെ വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് മുക്കറായിട്ട് ഓടുന്ന എല്ലാ തെണ്ടികളും പഠിക്കണം. എല്ലാ തെണ്ടികൾക്കും ഇതൊരു പാഠമാണ്. തെണ്ടി അല്ല, നീ തെണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചാണ് കേട്ടോ. ഒരു കാര്യം നോക്കിയില്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വൈരാഗ്യം വീട്ടുകാർക്ക് തോന്നി തുടങ്ങുമ്പോൾ നീയൊക്കെ പുറത്താണ് എന്നെ പോലെ എന്നുള്ളൊരു അനുഭവം മനസ്സിലാക്കിയെടുക്കുക. എന്റെ പൊന്നോ, 2025 മികച്ച അപരാധമാണെന്ന് ഇവിടെ പറയുന്നത് ഇവനോ തെണ്ടിയാണ്. എന്നിട്ട് ബാക്കിയുള്ളവന്മാരെയും കൂടെ തെണ്ടിയാക്കാൻ ശ്രമിക്കുകയാണ്. എടാ നിന്നെ ഈ പറഞ്ഞ പോലെ പൈസ കൊടുത്ത് അവരെ അത്രത്തോളം സ്നേഹിച്ചിട്ട് നീ വളരെ മാന്യനായിട്ട് നിന്നതിന്റെ പേരിലല്ലല്ലോ ഇവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ്. സ്വന്തം പെങ്ങളെ പറ്റിയിട്ട് 4-5 കണക്ഷൻ ഉണ്ടെന്നുള്ള അപരാധം മൊത്തം പടച്ചു വിട്ട നിന്നെ ഇനിയിപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ, അപ്പം ഈ ഒരു ക്യാമറയ്ക്ക് പുറമേ നീ അപ്പം എന്തായിരിക്കും എന്നുള്ള ആൾക്കാർക്ക് ഒന്ന് ചിന്തിച്ചുകൂടെ? അമ്മാതിരി ഉള്ള അപരാധം മൊത്തം കാണിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തായപ്പോഴത്തേക്കിനെ പറയാണ്, ഓക്കെ നിങ്ങളെല്ലാം തെണ്ടികളല്ലേ, നിങ്ങളെല്ലാം കണ്ടോ, എൻ്റെ കൂട്ടത്തെ തെണ്ടിയല്ലേ, നിങ്ങളെല്ലാം കണ്ടോ, നിങ്ങൾക്ക് ഇതൊക്കെ അവസ്ഥ എന്നൊക്കെ പറയുന്നിട്ട്. പിന്നെ മറ്റേ വളിക്കാടൻ അങ്ങനെ കൊടുത്തേക്കുന്ന ഇന്റർവ്യൂവിനകത്ത് എന്നെ അനീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവളുടെ സ്വർണ്ണത്തിലോട്ട് എനിക്ക് ഓൾറെഡി നോട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ സ്വർണ്ണം ബാങ്കിലെ ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ അതിനെന്തെങ്കിലും സംഭവിച്ചാൽ കിട്ടുള്ളൂ, അതായത് ഇൻഷുറൻസ് ആയിട്ട് കുറച്ച് പൈസ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ വിറ്റിട്ട് വെളിയിൽ പോകട്ടെ എന്ന്. ഇനി നിന്റെ സ്വർണ്ണത്തിനോ അമ്മച്ചിയുടെ സ്ഥലത്തിനോ മൂഞ്ചാനായിരുന്നെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ മൂഞ്ചി രക്ഷപ്പെടായിരുന്നു. ഇനി അതുമല്ല, അച്ഛൻ ചെലവിനിടുന്ന പൈസയ്ക്ക്, അതായത് വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ചെലവിനിടുന്ന പൈസയ്ക്കകത്തുനിന്ന് ചെലവ് നോക്കിയിട്ട് എന്റെ പൈസ ഞാൻ പണിയെടുക്കുന്ന പൈസ മാറ്റി വെക്കുകയാണെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ രക്ഷപ്പെടായിരുന്നു. അല്ലാതെ ഈ പറയുന്ന മറ്റേ ഗോൾഡിന്റെ മൂഞ്ചലുണ്ടല്ലോ, അത് ആരാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നിയമപരമായി തന്നെ തെളിയിക്കാം, അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവൻ പ്രശ്നേഷല്ല, ഇവൻ ഗോൾഡേഷ. ഇവന് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം, ഭയങ്കര അങ്ങ് ചൊറിച്ചില്ല. അളിയന്റെ അളിയന്റെ കലിപ്പൊക്കെ കണ്ടില്ലേ? ആ 2 പറഞ്ഞാലും തെറ്റൊന്നുമില്ല. കലിപ്പ കണ്ടില്ലേ? അങ്ങനെ അങ്ങ് വഴിച്ചു കയറി അങ്ങ് കലിപ്പ് മൂടാണ്. കലിപ്പനാണേ
പിന്നെ അടിച്ചു മാറ്റി നോട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാം ഇത്രയും കാലം എന്റെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇടാത്തുന്നത് നീയൊക്കെ തിന്നിട്ട് ഇപ്പം എക്സ്ട്രാ ആയിട്ട് എന്താ തോന്നുമ്പോൾ എല്ലാ ബുധനാഴ്ചയും വെനസ്ഡേ ബക്കറ്റും കോപ്പൊന്നും കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എല്ലാ ഒക്കേഷൻസും വരുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ വിഷുവിന് ഉൾപ്പെടെ ഡ്രസ്സ് എടുക്കാനായിട്ട് കോരി എനിക്ക് കിട്ടാതെ വന്നിട്ടുണ്ടല്ലോ കടി തുടങ്ങിയാന്നുള്ളത് എനിക്ക് തെളിവ് എന്താ എനിക്ക് ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം എന്താ ഇത്രയും കാലം നിന്നെയൊക്കെ നോക്കിയതും ഇത്രയും കാലം 1 രൂപ പോലും അച്ഛൻ ഇരുന്ന പൈസ ഇടാത്തുനിന്ന് ചെലവാക്കിക്കാഞ്ഞതും എന്റെ ഒരു ആണത്തം കൊണ്ടാന്നുള്ളത് എനിക്ക് ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. അത്രേ ഉള്ളൂ, ഈസിയായിട്ട് എനിക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇത്രയും വലിയ നെടുതുള്ള ഡയലോഗ് ഇത് എങ്ങനെ കാണാതെ പഠിച്ച് പറഞ്ഞടേ, അതും അത്ര എക്സ്പ്രഷൻ ഇട്ടിട്ട് സമ്മതിച്ചിട്ടാ. ഏത് വീഡിയോയിലാണ് പറഞ്ഞില്ല അമ്മ പറഞ്ഞത് ഇപ്പൊ മറ്റേ അമ്മയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഇല്ലേ അച്ഛൻ ഇട്ടേക്കുന്ന പൈസ അത് മിച്ചം വെച്ചത് അമ്മ മറ്റേ മെക്കാട് പണിക്ക് പോയിട്ട് മിച്ചം വെച്ചാണെന്നൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിയില്ല അത് ഒറിജിനലായിട്ട് പറഞ്ഞിട്ടുള്ളതാണെന്ന്. ആണെങ്കിൽ അമ്മ സന്തോഷമുണ്ട്, അമ്മ മെക്കാട് പണിക്ക് പോയി സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു സൈഡിൽ മൂത്ത മകൻ കിടന്നിങ്ങനെ ഉഴച്ചതും അമ്മയ്ക്ക് മിച്ചം ഉണ്ടാക്കി തന്നതും അച്ഛൻ്റെത് വരെ മേടിച്ച് അമ്മയുടെ പേര് തന്നതും ഒക്കെ അതിനൊക്കെയുള്ള നന്ദി എനിക്ക് കിട്ടുന്നുണ്ട്. സന്തോഷമായി, സമാധാനമായി, നന്ദിയുണ്ടമ്മേ. 1000 നന്ദിയുണ്ട്. പിന്നെ ലൈക്ക് ഫാദർ ലൈക്ക് സൺ. കളിക്കാരനോട് ചോദിക്കാൻ 2 ചോദ്യമുള്ളൂ. ഒന്ന്, നീ ഞാൻ എന്റെ അനിയത്തിക്ക് കൊടുത്തേക്കുന്ന ലാഭവിഹിതവും ശമ്പളവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചേക്കുന്ന സ്ക്രീൻഷോട്ട്സിനകത്ത് ഒരു സ്ക്രീൻഷോട്ട് മാത്രം എന്താ കാണിച്ചത് 4000 രൂപയുടെ, ബാക്കി 26,000 ചിലവാൻ രൂപയുടെയും 18,000 രൂപയുടെയും ഒക്കെ ഓൾറെഡി സ്ക്രീൻഷോട്ട് കിടപ്പുണ്ടായിരുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് നീ കാണിച്ചില്ല? ആ ഒരെണ്ണം മാത്രം എന്തുകൊണ്ട് കാണിച്ചു? എടാ ഇപ്പോഴത്തെ നിനക്ക് മനസ്സിലായില്ലേ, നീ വലിച്ച് നിന്റെ കടപ്പിന് നീ വലിച്ച് അത്രയും മനസ്സിലാക്കിയാൽ മതി. ഇനി ഇവിടെ കിടന്ന് പൊട്ടിത്തെറിച്ചിട്ട് കാര്യമൊന്നുമില്ല, എല്ലാം വരുത്തി വെക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. നീ എന്തുകൊണ്ട് എന്റെ അനിയത്തി എന്നോട് സംസാരിച്ച പോർഷൻസ് കട്ട് ചെയ്തിട്ട് ഞാൻ എന്റെ അനിയത്തിലേക്ക് കണക്ക് പറയുന്നതായിട്ട് മാത്രമുള്ള വിഷ്വൽസ് ഇട്ടു? ഇടുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാ വീടുകളെയും മറ്റേ രക്ഷിക്കാൻ നടക്കുന്ന ഒരു രീതിയിൽ ന്യൂട്രലായിട്ട് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അല്ല അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കെതിരെയുള്ള വീഡിയോ അല്ല, പ്രശ്നത്തിനെതിരെയുള്ള അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തുകൊണ്ട് എന്റെ അനിയത്തി ആദ്യം പറഞ്ഞ കണക്ക് പറച്ചിലുകൾ നീ കാണിച്ചിട്ടില്ല? അപ്പൊ അത് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി നീ എന്തുകൊണ്ട് ഇതിനകത്ത് കയറി കളിച്ചു എന്നുള്ളത്. അതായത് നിന്റെ പേജിൽ ലാസ്റ്റ് യൂട്യൂബിൽ ചാനൽ വീഡിയോസ് ഒക്കെ നോക്കി 200, 250, 300 ഒക്കെ വ്യൂസ് ഉള്ള വീഡിയോസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്നത്. അപ്പൊ സിംപിൾ മനസ്സിലാവും നീ ഇതിനകത്ത് കയറിയിട്ടുള്ളത് എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്കെതിരെ കളിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന വ്യൂസിന് റീച്ചിന് വേണ്ടി തന്നെയാണ്. അതിന് മോശമൊന്നും പറയാനില്ല കേട്ടോ. പക്ഷെ അതിനെതിരെ അപ്പൊ അവിടെ കയറി അങ്ങനെ കളിച്ചിട്ട് ഞാൻ ഒരു ന്യൂട്രലായിട്ടാണ് പ്രശ്നത്തിന് എതിരെയുള്ള ഒരു സമാനം അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ അത് വിഴുങ്ങാനായിട്ട് ഞാൻ മറ്റേ പൊട്ട വ്യൂവർ അല്ല, നിന്റെ മറ്റേ പൊട്ട വ്യൂവേഴ്സിനെ പോലത്തെ പൊട്ടനല്ല. എനിക്കെതിരെയുള്ള ഹേറ്റ് കൊണ്ട് ഇവിടെ കുറെ ടോക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു വിഷയമില്ല, എനിക്ക് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. കാരണം ഇതിലും വലിയൊരു ഭൂകമ്പമൊക്കെ ഞാനും എന്റെ വൈഫും മാത്രം അതിജീവിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വേറെ വിഷയമുള്ള കാര്യമല്ല. നീയൊക്കെ എടാ ചിരിപ്പിക്കാതെ പോടാ ചുമ്മാ. പിന്നെ ആ ഐപ്പ് വള്ളിക്കാടൻ എന്ന് പറയുന്ന പുള്ളി ഇങ്ങനെ ഒരു വീഡിയോ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എടാ കുട്ട, നീ പിന്നെ എന്നാ മൂഞ്ചാനാണ് സ്വന്തം അമ്മേനെയും പെങ്ങളെയും പറ്റിയിട്ടുള്ള അപരാധം മൊത്തം വന്ന് വിളിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? നിനക്ക് ഇതേപോലുള്ള സെയിം വ്യൂവർഷിപ്പ് തന്നെ ആയിരുന്നില്ലേ? ഈ സാധനം പറഞ്ഞതിന് പേരിലല്ലേ കുറച്ച് ആൾക്കാരെങ്കിലും നിന്റെ ചാനലിലോട്ട് വീഡിയോ കാണാനെ കൊണ്ട് വന്നത്? എന്നിട്ട് ഉള്ള അപരാധം മൊത്തം പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മ പെങ്ങളെ പറ്റിയിട്ട് എന്നിട്ട് വേറൊരുത്തം വന്നിട്ട് വീഡിയോ ഇട്ടു. കണക്കായി പോയി, നീ അനുഭവിച്ചോ, നീ വരുത്തി വെച്ചയാ. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ കൊണയടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാല് ജയമൊന്നും ഉണ്ടാവാൻ പോണില്ല. എന്തോന്ന് ജൈവോ? കൊണയടിച്ച് എങ്ങനെയാടാ ജൈവം ഉണ്ടാക്കുന്നേ? നീ 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 എന്തുട്രാ ഈ പറയണേ? നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യും, ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് നേരിടാൻ റെഡിയാണ്, കോൺഫിഡന്റ് ആണ്. നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യും, ഞാൻ കോൺഫിഡന്റ് ആണെന്ന്. നീ എന്തോ നീ ബിഗ് ബോസ് ഹൗസാ ഈ കളിക്കണേ? ബിഗ് ബോസ് ഹൗസ് വല്ലതാണ്? ഞാൻ കോൺഫിഡന്റ് ആണ്, എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം. ISS സ്പേസ് പച്ച വീട്ടിൽ പ്രശ്നേഷ് അവരാധി മോൻ സ്പേസ് SMS എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയല്ലേ ഇനി ഇവനെ ഫോർച്യൂണർ വാങ്ങാനുള്ള ആദ്യ വഴിക്ക് ഉപേക്ഷിക്കപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. എന്നാലല്ല, ഇത് നേരെ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഇവനെ അറസ്റ്റ് ചെയ്യോ കാര്യങ്ങളൊന്നും നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇപ്പം സപ്പോസ് അങ്ങനെ സംഭവിച്ചാൽ തന്നെ അവിടെ ഒരാൾ വെളിയിലുണ്ട്, ഇവൻ്റെ ഭാര്യയെ ഈ ഒരു സീരിയലൊന്നും നമ്മൾ കണ്ടില്ല. ഭാര്യ ഇറങ്ങും, ഗൈസ് എൻ്റെ ഭർത്താവിനോട് അവർ ഇങ്ങനെ ചെയ്തു, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ അതായത് എൻ്റെ അമ്മായിയമ്മ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, എൻ്റെ നാത്തൂൻ അവൾക്ക് 2 കണക്ഷൻ അല്ല അവൾക്ക് 10 കണക്ഷൻ ഉണ്ട്, അതിൽ കൂടുതൽ കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവരെ പറ്റിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് ജയിലിനകത്ത് അവൻ എന്തായാലും കിടക്കല്ല, അവൻ വീഡിയോ കാണത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇവരാണെങ്കിൽ ഗൈസ് എൻ്റെ ഭർത്താവിനാണെങ്കിൽ 2 വിഹിതം ഉണ്ടായിരുന്നു, ഗൈസ് എൻ്റെ ഭർത്താവാണെങ്കിൽ പലരെയും റേപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരെ ചിലപ്പോൾ വേണമെങ്കിൽ കണ്ടന്റിനും റീച്ചിനും പൈസയ്ക്കും വേണ്ടിയിട്ട് ഉളുപ്പില്ലാതെ ചിലപ്പം ഈ ടീംസ് എല്ലാം വന്ന് പറഞ്ഞെന്നിരിക്കും. എന്തായാലും കൊള്ളാം സംഭവം. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇത് ഇത്ര തമാശയായിട്ടാണോ നീ ഇതൊക്കെ കാണുന്നതെന്ന്. ഓഫ് കോഴ്സ് ഇതിനെ പിന്നെ എങ്ങനെയാണ് കാണേണ്ടത്? ഞാനത് സീരിയസ് ആയിട്ട് കാണണോ? ആ പച്ച വീട്ടിൽ പ്രശ്നം ചെയ്തത് തെറ്റായിപ്പോയി, നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഒരിക്കലും സമൂഹത്തിന് തെറ്റായി ഇങ്ങനെ വന്ന് പറയണോ? അവൻ വന്ന് പറഞ്ഞിട്ടില്ലേ ചങ്കം വിരിച്ച് നെഞ്ചും വിരിച്ച് ഞാനിങ്ങനെ നേരിടുന്നുള്ളത്. അവൻ ഇപ്പോഴും വിചാരിച്ചേക്കുന്ന വീഗാലാൻഡിൽ ടൂറ് പോകുന്നെന്ന് അവൻ വിചാരിച്ചേക്കുന്നത്. ജയിലിൽ വന്നാൽ പൊട്ടൻ എപ്പോഴും മനസ്സിലായിട്ടില്ല, ഇതിൻ്റെ ഒരു സീരിയസ്നെസ് വളരെ മനസ്സിലായിട്ടില്ല. അതാണ് ഇതിനകത്തിൽ ഏറ്റവും വലിയൊരു കോമഡി.
അപ്പോൾ പൊട്ടാ നീ പെട്ടു എന്ന് പറയുന്ന എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. കുറച്ചെങ്കിലൊക്കെ സ്ട്രെസ് ഒന്ന് റിലീഫ് ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി ബൈ.